ഹലോ. കുട്ടനാട്ടിൽ മഴ പെയ്തുള്ളതുകൊണ്ട് ഇപ്പോൾ മൊത്തം വെള്ളമാണ്. ഇതെൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ്, വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി പോകുന്നത് കുറച്ച് പാടായതുള്ളതുകൊണ്ട് നമ്മളൊരു വള്ളം മേടിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടോ പറമ്പിൽ മൊത്തം വെള്ളമായിട്ടിരിക്കുകയാണ്, തോട് വരെ നിറഞ്ഞിരിക്കുകയാണ്, കവിഞ്ഞൊഴുകാറായിട്ടുണ്ട്. 2-3 ദിവസം മഴ പെയ്യുകയാണെങ്കിൽ തോട് കവിഞ്ഞൊഴുകും. ചാച്ചനുമായിട്ടാണ് ഞാൻ വള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്. നെടുമുടി ഭാഗത്താണ് വള്ളമുള്ളത്. ഇവിടെയാണ് ഗോഡൗണ്. ഇത്രയും വള്ളങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വള്ളം ഇവിടെ കൊടുക്കാൻ വെച്ചേക്കുകയാണ്. അപ്പുറത്ത് അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഗോഡൗണുണ്ട്, അവിടെയാണ് വള്ളം പണിയുന്നത്. അങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്താണ്, വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കുറച്ച് മാറിയിട്ടാണ്ട് ഈ കാണുന്നതാണ് ഗോഡൗണ്. ഇവിടെയാണ് അവർ ഈ വള്ളം മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈബർ വള്ളമാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഇതാണ് സ്കൈലൈൻ എന്നാണ് ഇവരുടെ കടയുടെ പേര്. ഇതിനകത്താണ് ഇവർ ഈ ഓരോരോ വള്ളം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ നോർമൽ വള്ളം മാത്രമല്ല, എല്ലാ ടൈപ്പ് വള്ളങ്ങളും ഇവരിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് സ്പോർട്സ് ടൈപ്പ് വള്ളമാണെങ്കിലും അല്ലാത്ത നോർമൽ. ഇത് വള്ളത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ അച്ചിനകത്ത് വെച്ചിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ 2 ഭാഗങ്ങൾ വന്നിട്ട് അവരത് ഒന്നിച്ചാക്കിയിട്ടാണ് ഈ വള്ളങ്ങൾ ഒരേപോലെ സെറ്റാക്കി ഒരു വള്ളത്തിൻ്റെ ആകൃതിയിലാക്കി എടുക്കുന്നത്. അതിന് ശേഷം അവർ പെയിൻറ്റ് ചെയ്ത് പോളിഷൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ അച്ചിനകത്തു നിന്ന് എടുത്ത് സെറ്റാക്കി കഴിയുമ്പോൾ വള്ളം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്നാണ് സാധനം വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവർ ഈ വള്ളം റെഡിയാക്കുന്നത്. ഇത് ഫൈബർ മെറ്റീരിയലാണ്. എല്ലാത്തിൻ്റെ അവസാനത്തെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. അവസാനം എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും വള്ളം ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത വള്ളം. ഈ വള്ളത്തിലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. 4 പേര് കയറുമെന്നാണ് പറയുന്നത്. 4 പേര് കൂടുതൽ കയറി. ഇത് അത്യാവശ്യം മറിയാത്ത വള്ളമാണ്. ഫൈബറാണെന്ന് പറഞ്ഞാലും നമുക്ക് 2 പേര് വെച്ചിട്ട് അവർ കയറിയിരുന്നാലും വള്ളം നമുക്ക് മറിയത്തില്ല. ഇതവർ പോളിഷ് ചെയ്യുകയാണ്. വള്ളത്തിൻ്റെ ആ ഒരു പഴം മാറ്റിയിട്ട് പോളിഷ് ചെയ്യുന്നത് ഇതുപോലെ തിളങ്ങി പുത്തം പുതിയതുപോലെ ആയിരിക്കും. അവരത് പോളിഷ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ വണ്ടിയിലിട്ട് കയറ്റണം ഈ വള്ളം. അപ്പോൾ അവർ തന്നെയാണ് നമുക്കത് കയറ്റി തരുന്നത്. അപ്പം അവർ 2 പേരുണ്ട്, നമുക്കിത് കയറ്റി തരാനായിട്ട്. അവർ 2 പേരും കൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ വള്ളത്തിന്. ചാച്ചനെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അവസാനം അവർ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറ്റി. ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. വള്ളം കമത്തി വെച്ചാലേ നമുക്കിത് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അവരത് കമത്തിയാണ് സെറ്റ് ചെയ്ത് തരുന്നത്. അത് കമത്തി വെച്ച് കെട്ടി വള്ളം കെട്ടി നമ്മുടെ വണ്ടിയിൽ വള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ വീട്ടിൽ വള്ളം എത്തിയേക്കാണ്. നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് തുഴഞ്ഞുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിത് തള്ളിക്കൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പുറത്തൊക്കെ ചെറിയ കടങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഇത് വെള്ളം കയറി കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇവിടെ മൊത്തം വെള്ളത്തിലായിരിക്കും. കുറച്ച് അവസാനം നമ്മുടെ വീട്ടിൽ വള്ളം എത്തിയിരിക്കുകയാണ്.